CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനോട് കാണിച്ച നെറുകേട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെ ഒരു രീതിയിലും ഭരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും പിണറായി വിജയൻ കളിച്ച നാറിയ നാണം കെട്ട കളികൾ എല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ കളിക്കുന്ന നാണം കെട്ട കളി ജനങ്ങളോടും വലിയ രീതിയിൽ പാർട്ടിയെ തകർത്തെറിയാനുമുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ സ്വരത്തിലാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് മാർക്സിസ്റ്റുകാർ തന്നെ പറഞ്ഞ് നടക്കുകയാണ്. വാസ്തവത്തിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ചട്ടക്കൂട് കെട്ടുകയാണ് പിണറായി വിജയൻ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മുഹമ്മദ് റിയാസിനെ ശേഷിച്ച ഒരു കൊല്ലം മുഖ്യമന്ത്രിയാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പാർട്ടിയെ മൊത്തത്തിൽ ഏൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് വ്യക്തമാണ്. 2025 ആദ്യ മാസം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനാണ് പിണറായി വിജയൻ്റെ തീരുമാനം എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പകരമായി മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയും മുഹമ്മദ് റിയാസ് ശേഷിച്ച ഒരു കൊല്ലം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യുന്ന ഒരു നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അദ്ദേഹം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദ മാസ്റ്ററിന് പോലും പുല്ല് വിലയാണ് പാർട്ടിക്കകത്തുള്ളത് എന്ന് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം ബോധ്യപ്പെട്ടതാണ്. മാത്രമല്ല, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ADGP അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ADGP വിചാരിച്ചാലൊന്നും പൂരം കലക്കാൻ കഴിയില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞതാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള കളികളുണ്ട്. അത് ആര് തമ്മിലുള്ള ഡീൽ ആണെന്ന് പൂരം കലങ്ങിയതിന് ശേഷം തന്നെ കൃത്യമായും ജനങ്ങളോട് മാധ്യമങ്ങൾ മുഖേന ഞാൻ പറഞ്ഞതാണെന്ന് K മുരളീധരൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. K മുരളീധരൻ കൃത്യമായും പറയുന്നു, പിണറായിയുടെ ഉദ്ദേശം ഇനി ഇതാണ്. അദ്ദേഹത്തിന് ജനപ്രിയതയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹത്തിനെ ആരും മൈൻഡ് ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള ഈ കുരുട്ട് ബുദ്ധി ചെലവാവുന്നില്ല എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാമെന്നും K മുരളീധരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ നടപടിക്ക് അദ്ദേഹം ഒരുങ്ങുന്നത്. ഇത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കൽ മാത്രമല്ല, തൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനും തൻ്റെ മകളെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഒരു തുടർക്കഥയാണ്. പിണറായി വിജയൻ അറിയാം, ഇനി പാർട്ടി അധിക നാൾ അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിൽ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പം മരുമകനെ കൊടുത്ത് മരുമകൻ്റെ കയ്യിലേക്ക് പാർട്ടിയെ മൊത്തത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ രീതിയിലും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ നീക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതിനെ തടയിടാൻ ശ്രമിക്കുന്നത് ആരൊക്കെയോ അവരെയൊക്കെ വെട്ടിനിരത്തുന്ന ഒരു സിദ്ധാന്തമാണ് ഈ പാർട്ടി അവലംബിക്കാൻ പോകുന്നത്. പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം ഒരാളായതിനാൽ എതിർക്കുന്നവരെയൊക്കെ താറടിച്ച് അവരെയൊക്കെ മൂലക്കിരുത്താൻ യാതൊരു മടിയും അദ്ദേഹം കാണിക്കില്ല. ഇതിന് ഒരൊറ്റ രീതിയേ ഉള്ളൂ, പാർട്ടിയെ കുട്ടിച്ചോറാക്കുക. മുന്നണിയിൽ നിന്നും CPI വിട്ടുപോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുന്നണിയിൽ അധികാരം കിട്ടുന്നിടത്തോളം കാലം, അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടിയെ കുളം തോണ്ടി വിടക്കാക്കി പരിപൂർണമായി തൻ്റെ കസ്റ്റഡിയിൽ വയ്ക്കുക. അതാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.